മസാല ബോണ്ട് കേസിൽ ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കിഫ്ബി ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നു. സമൻസിലൂടെ ഇ.ഡി. ഉപദ്രവിക്കുന്നെന്നും ആവശ്യമുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചുവെന്നും കിഫ്ബി ഹൈക്കോടതിയെ അറിയിച്ചു. പ്രാഥമിക അന്വേഷണം പോലും നടത്തുന്നതിൽ നിന്നും ഇ.ഡിയെ തടയണം എന്നാണോ കിഫ്ബി പറയുന്നതെന്ന് കോടതി ചോദിച്ചു. സമൻസിന് മറുപടി നൽകിയേ തീരൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് കിഫ്ബി പറയുന്നത്? എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? നിലവിൽ കിഫ്ബിക്ക് കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ കേസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേസ് തുടങ്ങിയപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് ചോദിച്ച കാര്യം ഇതാണ്: കിഫ്ബി ഈ ഇ.ഡിയുടെ സമൻസിനോട് പ്രതികരിക്കണം. എന്തിനാണ് നിങ്ങൾ ഈ സമൻസിനെ ഇങ്ങനെ പേടിക്കുന്നത്? രേഖകൾ സമർപ്പിക്കാമെന്നോ അല്ലെങ്കിൽ അത് സമർപ്പിക്കില്ലെന്നോ നിങ്ങൾ ഈ സമൻസിന് മറുപടി നൽകിയേ തീരൂ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി. പ്രാഥമിക അന്വേഷണം പോലും നടത്തുന്നതിൽ നിന്നും ഇ.ഡിയെ തടയണമെന്നാണോ കിഫ്ബി പറയുന്നതെന്ന് കോടതി ഇന്ന് ചോദിച്ചു. സമൻസിന് മറുപടി നൽകിയേ തീരൂ എന്ന് ആവർത്തിക്കുകയാണ് കോടതി ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ സമൻസിലൂടെ തങ്ങളെ ഉപദ്രവിക്കുകയാണ് ഇ.ഡി എന്ന് കിഫ്ബി മറുപടി നൽകി. 6 തവണയാണ് തങ്ങൾക്ക് സമൻസ് നൽകിയത്. തങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങി റെയ്ഡ് നടത്തി എന്നും കിഫ്ബി ഇന്ന് ചൂണ്ടിക്കാട്ടി. ആവശ്യമുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചു എന്നും കിഫ്ബി ഇന്ന് കോടതിയെ അറിയിക്കുകയുണ്ടായി. അതേസമയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ വേണം എന്നാണ് ഇ.ഡി ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെടുന്നതെന്നും കിഫ്ബി ചൂണ്ടിക്കാട്ടി. പക്ഷേ തുടർന്ന് ഇ.ഡിയാണ് സംസാരിച്ചത്. ഇ.ഡി പറഞ്ഞത് ഇങ്ങനെയാണ്: അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ വേഗം അന്വേഷണം പൂർത്തിയാകും. ഫെമ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖർ അന്വേഷണം നേരിടുന്നുണ്ട്. അവരെല്ലാവരും തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി സഹകരിച്ചു. കേസും തീർത്ത് പോകുന്ന സാഹചര്യവുമുണ്ട്. ഈ കിഫ്ബിക്ക് എന്താണ് ഇത്ര ഒരു അധികമായി ഉള്ളത്, ആനുകൂല്യം എന്താണ് ഉള്ളത് എന്നൊരു ചോദ്യം ഇ.ഡിയുടെ ഭാഗത്തു നിന്നും വന്നു. ഒരു കേസ് പോലും എടുത്തിട്ടില്ല, ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്നാണ് ഇ.ഡി പറയുന്നതെന്നും എന്നിട്ടും നിങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കാത്തത് എന്തെന്ന് കിഫ്ബിയോട് കോടതി ഇന്ന് വീണ്ടും ചോദിക്കുകയുണ്ടായി. ഇ.ഡിയുടെ അന്വേഷണം തടയാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് വീണ്ടും കോടതി. പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയാണ് ഇ.ഡി രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും അന്വേഷണം ഒരു ഘട്ടത്തിലും തങ്ങൾ തടസ്സപ്പെടുത്തില്ലെന്നും കോടതി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇ.ഡിയുടെ സത്യവാങ്മൂലം, ഇ.ഡി ഒരു എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിന് മറുപടി നൽകാൻ സാവകാശം വേണമെന്ന് കിഫ്ബി ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 1-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കിഫ്ബിക്ക് ഒരു സുഖകരമായ ദിവസമായിരുന്നില്ല കോടതിയിൽ. ഇവർ ഈ സമൻസിനോട് പ്രതികരിച്ചേ തീരൂ, അന്വേഷണത്തോട് സഹകരിച്ചേ തീരൂ, ഇ.ഡിയുടെ അന്വേഷണം ഒരു കാരണവശാലും തടയില്ല, ഈ നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ശരി, കിഫ്ബിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.